മണ്ഡല പൂജകൾക്കായുള്ള തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയിരിക്കുകയാണ്. കർശന നിയന്ത്രണം ഈ സമയത്ത് സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ നിന്നും ശരംകുത്തിയിൽ വഴി ഇപ്പോൾ സന്നിധാനത്ത് എത്തിയ തങ്കഅങ്കിയെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം സന്നിധാനത്ത് നടക്കും. വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ കാണുന്നത്. എങ്കിലും അതിനൊരു ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തങ്കഅങ്കി ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. ദേവൻ MP ചേരുകയാണ് സന്നിധാനത്ത് നിന്ന്. ദേവൻ, എപ്പോഴായിരിക്കും ദീപാരാധന? 6:30 തന്നെ തുടങ്ങേണ്ടതുണ്ട്. അല്പസമയം കൊണ്ട് തന്നെ ദീപാരാധന തുടങ്ങും. മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. രുചീഷ്, 41 ദിവസം നീണ്ടുനിന്ന മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. തങ്കഅങ്കി, ശബരിമല ശാസ്താവിനെ അണിയിക്കാനുള്ള തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 23-ാം തീയതിയാണ് ഈ തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചത്. ശേഷം വിവിധ ഇടങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇപ്പോൾ ഈ സന്നിധാനത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ 6:30-ക്ക് തന്നെ ഈ തങ്കഅങ്കി അയ്യപ്പനെ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അത് ഈ മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ഭക്തജന തിരക്ക്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന അയ്യപ്പന്മാരെല്ലാം തന്നെ ഏറ്റവും അധികം ഭക്തിയോടെ കാണാൻ കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും അതനുസരിച്ച് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. രുചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തിരക്ക് ക്രമീകരിക്കാനായി നേരത്തെ തന്നെ വിർച്വൽ ക്യൂ വഴി ഏകദേശം 30,000 പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി 2,000 പേർക്ക് മാത്രമാണ് ദർശനം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാർ ഇവിടെ സമീപത്തെല്ലാം തന്നെ വിരിവിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മുഹൂർത്തം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മല കയറിയ ഇതര സംസ്ഥാനങ്ങളിൽ എത്തിയ അയ്യപ്പന്മാർ പോലും മലയിൽ തന്നെ തുടരുക, ശബരിമലയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ തങ്കഅങ്കി വെച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് 18-ാം പടിയിൽ നിന്നും 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുകയാണ്. ശബരിമല ഒന്നാകെ ഇപ്പോൾ ശരണം വിളികളാൽ മുഖരിതമായിരിക്കുന്നു. ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ശബരിമല സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ ശരംകുത്തിയിലെത്തിയ തങ്കഅങ്കി ഘോഷയാത്രയെ ദേവസ്വം ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് അവിടെ നിന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ കൊടിമരച്ചൂട്ടിലേക്ക് എത്തുന്ന ഈ തങ്കഅങ്കിയെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള ഉദ്യോഗസ്ഥർ ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം സോപാനത്തിൽ നിന്നും ശ്രീകോവിലിനുള്ളിലേക്ക് ക്ഷേത്ര മേൽശാന്തിയും തന്നെ തന്ത്രിയും ചേർന്നുകൊണ്ടായിരിക്കും സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും 6:00 കൂടി തന്നെ ഈ തങ്കഅങ്കി അയ്യപ്പനെ അണിയിച്ചുകൊണ്ട് ഈ ദീപാരാധന നടക്കുന്നത്. നാളെയാണ് മണ്ഡല പൂജയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. നാളെ രാവിലെ 10:10-നും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ തീർത്ഥാടന കാലത്തെ മണ്ഡല പൂജ നടക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്ത് ഈ തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നാളെ വൈകുന്നേരവും നടക്കും. അതിനുശേഷം ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാവുകയാണ്. ശേഷം ഈ മാസം 30-ാം തീയതിയാണ് വീണ്ടും മകരവിളക്ക് ഉത്സവങ്ങൾക്കായി ശബരിമല നട വീണ്ടും തുറക്കുന്നത്. ഇപ്പോൾ ഈ തങ്കഅങ്കി വെച്ചിട്ടുള്ള ഘോഷയാത്ര 18-ാം പടി കയറി ഇപ്പോൾ തിരുമുറ്റത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കൊടിമരച്ചൂട്ടിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള തങ്കഅങ്കിയെ സ്വീകരിക്കും. അതിനുശേഷം ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്ന ഈ തങ്കഅങ്കിയെ അവിടെ സോപാനത്തിന് സമീപം ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയും ചേർത്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും 18-ാം പടി കയറി തങ്കഅങ്കിയെ വഹിച്ചിട്ടുള്ള ആഭരണപ്പെട്ടി ഇതാ തിരുമുറ്റത്തേക്ക് എത്തിയിരിക്കുന്നു, കൊടിമരച്ചൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു. 1971-ലാണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ശബരിമല ശാസ്താവിന് അണിയാനായി 471 പവൻ സ്വർണ്ണമുള്ള ഈ തങ്കഅങ്കി സമർപ്പിച്ചത്. അത് നമ്മൾ സാധാരണ മകരവിളക്ക് ഘോഷയാത്രയ്ക്ക് കാണുന്നത് പോലെ ആഭരണങ്ങളല്ല, മറിച്ച് ശബരിമല ശാസ്താവിൻ്റെ അതേ രൂപം തന്നെയാണ് ഈ തങ്കഅങ്കി ചാർത്തുക എന്ന് പറയുന്നത്. അത് അങ്ങനെ ചാർത്തിക്കൊണ്ടുള്ള അയ്യപ്പനെ കാണാനായി വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് സാധാരണഗതിയിൽ അവിടെ എത്താറുണ്ട്. ഇത്തവണയും അതിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 35 ലക്ഷത്തോളം ഭക്തരാണ് ഈ തീർത്ഥാടന കാലയളവിൽ മാത്രം സന്നിധാനത്ത് എത്തിയതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഉദ്യോഗസ്ഥർ നൽകുന്ന കണക്ക്. അത്തരത്തിൽ വലിയ ഭക്തജന പങ്കാളിത്തം കൊണ്ട് തന്നെ ഈ മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാകുന്നു എന്നുള്ളതും പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തങ്കഅങ്കി വഹിച്ചിട്ടുള്ള ആഭരണപ്പെട്ടി ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലേക്ക്, സോപാനത്തിനുള്ളിലേക്ക് കയറുകയാണ്. അവിടെ നിന്നായിരിക്കും ക്ഷേത്ര തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഇത് സ്വീകരിച്ചുകൊണ്ട് ശ്രീകോവിലിനുള്ളിലേക്ക് കയറുക. അതിനുശേഷം 6:30-ക്ക് തന്നെ
തന്നെ ദീപാരാധന നടക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയായിരിക്കും നടക്കുന്നത്. ഏതായാലും ഈ മണ്ഡലകാല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഏറ്റവും ഭക്തിസാന്ദ്രതയേറിയ നിമിഷമെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഈ 18-ാം പടിക്ക് സമീപം എത്തിയപ്പോൾ തന്നെ തങ്കയങ്കി ഘോഷയാത്ര ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ മുഴുവൻ ഉണ്ടായിരുന്ന അയ്യപ്പന്മാർ ശരണമണികളാൽ ഈ ഘോഷയാത്രയെ സ്വീകരിക്കുകയും ഇപ്പോൾ ശ്രീകോവിലിനുള്ളിലേക്ക് ഘോഷയാത്ര കടന്നെത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടക്കുന്നത്. നാളെ രാവിലെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഹരിവരാസനം പാടി 11 മണിക്ക് നട അടച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാവുകയാണ്. വലിയ രീതിയിലുള്ള പങ്കാളിത്തം കൊണ്ടും സംഘടന മികവുകൊണ്ടുമെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു തീർത്ഥാടന കാലയളവ് തന്നെയായിരുന്നു ഈ വർഷത്തെ എന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന ചില പരാതികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കാനും ഒപ്പം തന്നെ എത്തുന്ന ഭക്തർക്കെല്ലാം സുഗമമായ ദർശനം ലഭ്യമാക്കാനും എല്ലാം തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൃത്യമായി കാര്യങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ ഒരു ദർശനം എല്ലാ ഭക്തർക്കും ലഭ്യമാകുന്ന തരത്തിൽ ആദ്യഘട്ടത്തിൽ പരാതികൾ ഉയർന്നു വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെത്തുന്ന ഒരു ഭക്തനും ദർശനം നടത്താതെ മടങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ കൃത്യമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ വരുത്തിക്കൊണ്ട് സംവിധാനത്തെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും ദർശനം നടത്തുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ മണ്ഡലകാലം പൂർത്തിയാകുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ദീപാരാധനയിലേക്ക് കിടക്കുകയാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ഇതിൻ്റെ ദീപാരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം മറ്റ് പൂജകൾക്ക് ശേഷം ഇന്നും ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെ ഈ മണ്ഡലപൂജയെ ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണ്ഡലകാല തീർത്ഥാടന കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ. മണ്ഡലപൂജ നാളെ 10:10-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും നടക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹരിവരാസനം പാടി നടയടച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ മാസം 30-ാം തീയതിയാണ് വീണ്ടും മകരവിളക്ക് ഉത്സവങ്ങൾക്കായിട്ട് വീണ്ടും ശബരിമല നട തുറക്കുക. അങ്ങനെയാണ് ഈ തവണത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി ആകുന്നത്. രുചീഷ്. ശരി ദേവൻ, എന്തായാലും ഏറെ നാളായി കാത്തിരിക്കുന്ന 41 ദിവസമായി വ്രതമെടുത്ത് കാത്തിരിക്കുന്ന ആ നാളുകൾ ഏറ്റവും നിർണായകമായ മണ്ഡലപൂജയുടെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. മണ്ഡലപൂജയിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപുള്ള ഇന്നത്തെ ദീപാരാധന, തങ്കയങ്കി അണിഞ്ഞുള്ള ദീപാരാധന അല്പസമയത്തിനകം ഇവിടെ തുടങ്ങുകയാണ്. അത് കൃത്യമായ സമയത്ത് തന്നെയാണ് 6:30-ന് മുൻപ് തന്നെ തങ്കയങ്കി ഈ സന്നിധാനത്തേക്ക് എത്തിച്ചു. അതിനുശേഷം ഇപ്പോൾ ദീപാരാധന ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനുശേഷം നാളെയാണ് മണ്ഡലപൂജ. ഈ 41 ദിവസത്തിന് ശേഷം മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ നടക്കുന്നത് നാളെയാണ്. നാളെ മണ്ഡലപൂജയോടെ